4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സയൻസ് വേൾഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്? പക്ഷികളുടെ കൗതുക ലോകം, വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ് എന്ന 4ാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയല്ലേ. അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി എല്ലാ പക്ഷികൾക്കും ചില കോമൺ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. എല്ലാവർക്കും ഫെദേഴ്സ് ഉണ്ട്, എല്ലാ പക്ഷികളും മുട്ടയിടും, എല്ലാവർക്കും കൊക്കുകളുണ്ട്, എല്ലാ പക്ഷികൾക്കും അങ്ങനെ പൊതുവായ ചില പ്രത്യേകതകളുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെ പൊതുവായ പ്രത്യേകതകളുണ്ടെങ്കിലും എല്ലാ പക്ഷികളും ഒരുപോലെയാണോ? അല്ലല്ലോ. അവ വലിപ്പത്തിൽ വ്യത്യസ്തങ്ങളാണ്. അവയുടെ കൊക്കുകളുടെ രൂപത്തിൽ വ്യത്യാസങ്ങളുണ്ട്, കാലുകളുടെ രൂപത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമുക്ക് ചില പക്ഷികളുടെ ചിത്രം കാണാം. നോക്കൂ നിങ്ങൾ, എന്തൊക്കെ പക്ഷികളാണ് നിങ്ങൾ കാണുന്നത്? വെള്ളത്തിൽ നടക്കുന്ന പക്ഷികളെ കാണുന്നു, പൂവിൽ നിന്ന് തേൻ നുകരുന്ന പക്ഷികളെ കാണുന്നു അല്ലേ. അങ്ങനെ വ്യത്യസ്തങ്ങളായ പക്ഷികളെ കാണുന്നു. ഈ പക്ഷികളുടെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണോ? അല്ലല്ലോ. ചില പക്ഷികൾക്ക് നീണ്ട കൊക്കുകളുണ്ട്, നീണ്ട കാലുകളുണ്ട് അല്ലേ. ചില പക്ഷികൾക്ക് നല്ല ഉയരമുണ്ട്, ചില പക്ഷികളുടെ കൊക്കുകൾ വളരെ ഷാർപ്പാണ്, ചിലത് നല്ല ബെൻഡുള്ള കർവ്ഡ് ബീക്സ് ആണ് അല്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ ഇവയുടെ കൊക്കുകളും കാലുകളും ചിറകുകളും ഒക്കെ വ്യത്യസ്തമായത്? അവയൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിന് അനുസരിച്ച് അവക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് ഇരയെ പിടിക്കുന്നതിന് അനുകൂലമായ രൂപത്തിൽ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ അഡാപ്റ്റേഷൻ പഠിച്ചത് ഓർക്കുന്നില്ലേ? ഓരോ പക്ഷികൾക്കും വേണ്ട ജീവിത സാഹചര്യത്തിന് അനുകൂലമായിട്ടുള്ള രൂപത്തിലാണ് അവയുടെ ശരീരപ്രകൃതിയുള്ളതല്ലേ. ഇതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ മനസ്സിലാക്കേണ്ടത്. നോട്ട്ബുക്കിൽ നമുക്കിത് അങ്ങ് എഴുതിയാലോ? എഴുതിക്കോളൂ. ആദ്യം ഒരു ചോദ്യമായിട്ട് അങ്ങ് എഴുതാം. ലിസ്റ്റ് ദി ഫിസിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഇനേബിൾ ബേർഡ്സ് ടു ക്യാച്ച് പ്രേ ആൻഡ് ടു മൂവ്. എന്താ അതിൻ്റെ അർത്ഥം? പക്ഷികളുടെ ഭൗതികമായ സവിശേഷതകൾ, ശാരീരിക പ്രത്യേകതകൾ എഴുതുക. എന്തിനുള്ള ശാരീരിക പ്രത്യേകത? ദാറ്റ് ഇനേബിൾ ബേർഡ്സ് ടു ക്യാച്ച് പ്രേ. ക്യാച്ച് പ്രേ എന്ന് പറഞ്ഞാൽ ഇര പിടിക്കാനും സഞ്ചരിക്കാനും ഒക്കെ പക്ഷികളെ പ്രാപ്തമാക്കുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതുക. എഴുതിയാലോ നമുക്ക്? എന്താ ഒന്നാമത്തേത്? ദി ബേർഡ്സ് ലൈക്ക് ക്രെയിൻ ഹാവ് ലോങ് ലെഗ്സ് ആൻഡ് ബീക്സ്. ക്രെയിനെ പോലെയുള്ള പക്ഷികൾ. എന്താ ക്രെയിൻ എന്ന് പറഞ്ഞാൽ? യെസ്, കൊറ്റി എന്നൊക്കെ പറയല്ലേ. അതുപോലെയുള്ള പക്ഷികൾക്ക് വലിയ കാലുകളുണ്ട്, അതേപോലെ വലിയ നീളമുള്ള നീളമുള്ള കാലുണ്ട്, നീളമുള്ള ചുണ്ടുകളുണ്ട്. നീളമുള്ള കാലുണ്ടാവുമ്പോഴേ ജലത്തിലൂടെ സഞ്ചരിച്ച് ഫിഷിനൊക്കെ പിടിക്കാൻ പറ്റും അല്ലേ. നീളമുള്ള കൊക്കുപയോഗിച്ച്, നീളമുള്ള കാലുപയോഗിച്ചാണ് അവ സഞ്ചരിക്കുന്നതും ഫിഷിനൊക്കെ പിടിക്കുന്നതും. അപ്പോൾ ബേർഡ്സ് ലൈക്ക് ക്രെയിൻ ഹാവ് ലോങ് ലെഗ്സ് ആൻഡ് ബീക്സ്. ഇതാണ് ഒന്ന്. രണ്ടാമത്തത്, ദി ബേർഡ്സ് ദാറ്റ് സക്ക് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ് ഹാവ് ലോങ് ആൻഡ് കർവ്ഡ് ബീക്സ്. എങ്ങനെയുള്ള പക്ഷികളാ? സക്ക് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. പൂകളിൽ നിന്ന് തേൻ നുകരുന്ന പക്ഷികൾ. നെക്ടർ എന്ന് പറഞ്ഞാൽ പൂന്തേൻ. ഓക്കെ, പൂകളിൽ നിന്ന് തേൻ നുകരുന്ന പക്ഷികൾക്ക് കർവ്ഡ് ബീക്സ് ഉണ്ടാവും, വളഞ്ഞിട്ടുള്ള ചുണ്ടുകൾ. ഹമ്മിങ് ബേർഡിനെ പോലെയുള്ള പക്ഷികൾക്കൊക്കെ നീളമുള്ള വളഞ്ഞിട്ടുള്ള ചുണ്ടുകൾ ഉണ്ടാവും. ഓക്കെ, വളഞ്ഞിട്ടുള്ള കൊക്കുകൾ ഉണ്ടാവും. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നറിയോ? പൂകളിൽ നിന്നൊക്കെ തേൻ നുകരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ചെറിയ പക്ഷികളാണ്. ഓക്കെ, പിന്നെ ഹൈ ഫ്ലൈയിങ് ബേർഡ്സ്, ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾ, ഹാവ് ലാർജ് വിങ്സ്, വലിയ വിശാലമായ ചിറകുകൾ ഉണ്ടാവും. ആൻഡ് കീൻ ഐസൈറ്റ്, അതുപോലെ നല്ല കാഴ്ചശക്തി ഉണ്ടാവും. ഓക്കെ, ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് വലിയ ചിറകുകളും നല്ല ഐസൈറ്റ്, കാഴ്ചശക്തി ഉണ്ടാകും. ഇനി മറ്റൊരു പ്രത്യേകത, സം ബേർഡ്സ് ഹാവ് ഷാർപ്പ് ക്ലോസ്. എന്താ മക്കളെ ക്ലോസ് എന്ന് പറഞ്ഞാൽ? നഖം. നല്ല മൂർച്ചയുള്ള ഉളി പോലുള്ള നഖം ഉണ്ടായിരിക്കും ചില പക്ഷികൾക്ക്. എന്തിനാ അത്തരം നഖം അതിന് കൊടുത്തത്? ടു ടിയർ ദി ഫ്ലഷ് ഓഫ് ദെയർ പ്രേ. ഇരയുടെ
കോഴിക്കുഞ്ഞുങ്ങളുടെ അതുപോലെ ചെറിയ പക്ഷികളുടെയൊക്കെ ഫ്ലഷ് ഇറച്ചി കീറി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണമാക്കുന്നതിന് വേണ്ടിയിട്ട് ഷാർപ്പ് ക്ലോസ് ആയിരിക്കും ചില പക്ഷികൾക്ക് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സം ബേർഡ്സ്. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ശരി, ഇനി മാഷ് നിങ്ങൾക്കൊരു പക്ഷിയെ കാണിച്ചു തരാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈഗിൾ അല്ലേ? എന്തൊക്കെയാ ഈഗിളിൻ്റെ പ്രത്യേകത? ഈഗിളിൻ്റെ കൊക്ക് കണ്ടോ നിങ്ങൾ? ഈഗിളിൻ്റെ ചിറക് കണ്ടോ? കാല് കണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ ഈഗിളിന് കൊക്കും ചിറകും കാലും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം? ഈഗിളിനെ കണ്ടിട്ടില്ലേ? ഉയരത്തിലൂടെ പറക്കും അല്ലേ? എന്നിട്ടോ വളരെ പെട്ടെന്ന് ഭൂമിയിലെത്തിയിട്ട് അതിൻ്റെ ഇര കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒറ്റ കുത്തിന് അല്ലേ, ഒറ്റ പിടുത്തത്തിൽ കൊണ്ടുപോയിട്ട് ആകാശത്തേക്ക് പറന്നു പോകുന്ന ഈഗിളിനെ കണ്ടിട്ടില്ലേ? ഈഗിളിനെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു പക്ഷിയാണ് ഇത് ഈഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈഗിളിന് ഈ രൂപത്തിലൊക്കെ അതിന് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് അതിന് അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് അതും ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതാം. എഴുതിക്കോളൂ. ഒരു ചോദ്യമായിട്ട് എഴുതിയാൽ മതി. പെക്യുലിയാരിറ്റീസ് ഓഫ് ഈഗിൾ ടു ക്യാച്ച് പ്രേ. ഇര പിടിക്കാൻ വേണ്ടി ഉള്ള ഈഗിളിൻ്റെ പ്രത്യേകതകൾ, പെക്യുലിയാരിറ്റീസ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഒന്നാമത്തത്, ഈഗിൾ ക്യാൻ ക്വിക്ലി ഫ്ലൈ ഡൗൺ ദി ഗ്രൗണ്ട് ആൻഡ് സ്നാച്ച് അവേ ചിക്സ് വിത്ത് ഇറ്റ്സ് ലോങ് ആൻഡ് കർവ്ഡ് ക്ലോസ്. ഇതാണ് ഒന്നാമത്തേത്. ഈഗിൾ ക്യാൻ ക്വിക്ലി ഫ്ലൈ ഡൗൺ ടു ദി ഗ്രൗണ്ട്. ഭൂമിയിലേക്ക്, നിലത്തിലേക്ക്, താഴേക്ക് വളരെ പെട്ടെന്ന് താഴ്ന്ന് പറന്ന് ഇറങ്ങാൻ പറ്റും. ഉയരത്തിൽ പറക്കുന്ന ഈഗിൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. ആൻഡ് സ്നാച്ച് അവേ ചിക്സിനെ, കോഴിക്കുഞ്ഞുങ്ങളെയും അതുപോലെ ചെറിയ പക്ഷികളെയും ഒക്കെ പെട്ടെന്ന് സ്നാച്ച് അവേ എന്ന് പറഞ്ഞാൽ റാഞ്ചി എടുക്കുക. സ്നാച്ച് അവേ ചിക്സ് വിത്ത് ഇറ്റ്സ് ലോങ് ആൻഡ് കർവ്ഡ് ക്ലോസ്. നീളമുള്ള വളഞ്ഞ നഖങ്ങൾ ഉപയോഗിച്ച് അത് റാഞ്ചിയെടുത്ത് ഒറ്റ പറക്കലങ്ങ് പറക്കും. ഓക്കെ, ഇതാണ് ഈഗിളിൻ്റെ ഒരു സവിശേഷത. രണ്ടാമത്തത്, ഈഗിൾ ക്യാൻ ക്യാച്ച് പ്രേ വിത്ത് ഇറ്റ്സ് ലോങ് ബീക്സ്. നീളമുള്ള കൊക്കുപയോഗിച്ച് ഈഗിളിന് എന്ത് ചെയ്യാം? അതിൻ്റെ ഇരകളെ പിടിക്കാൻ പറ്റും. ഓക്കെ, മറ്റൊന്ന് നോക്കൂ. ഈഗിൾ ഹാസ് കീൻ ഐസൈറ്റ്. അതിഷാർപ്പായിട്ടുള്ള കാഴ്ച ശക്തിയാണ്. കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന ഈഗിളിന് അതിൻ്റെ ഇരയെ കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, അതിൻ്റെ ലക്ഷ്യത്തിലെത്താനും ആ ലക്ഷ്യത്തിൽ എത്തിക്കൊണ്ട് ഇരയെ പിടിക്കാനും ഒക്കെ ഈഗിളിന് കഴിയും. ഓക്കെ, പിന്നെ ഈഗിൾ ഹാസ് എ സ്ട്രോങ് ബോഡി. നല്ല ശക്തമാണ്. ഈ ഇരയെ പിടിച്ച് പറക്കണ്ടേ? എലിയെയും അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെയും ഒക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? പറന്ന് മുകളിലേക്ക് പോകണം. അതിനാവശ്യമായിട്ടുള്ള സ്ട്രോങ് ബോഡി ആർക്കുണ്ട്? ഈഗിളിനുണ്ട്. ഇതൊക്കെ ഈഗിളിൻ്റെ സവിശേഷതകളാണ്. അതേപോലെ തന്നെ ഈഗിൾ ക്യാൻ ഫ്ലൈ ഹൈ ഇൻ ദി സ്കൈ. ആകാശത്തിൻ്റെ ഉയരങ്ങളിലൂടെ, ഏറ്റവും ഉയരത്തിലൂടെ ആർക്ക് പറക്കാൻ സാധിക്കും? ഈഗിളിന് പറക്കാൻ സാധിക്കും. ഓക്കെ, കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതണം, നോട്ട് ചെയ്യണം കേട്ടാ. ശരി, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒബ്സർവ് ദി പിക്ചേഴ്സ്, മാച്ച് ദി ബീക്സ് ആൻഡ് ലെഗ്സ് അല്ലേ? കൊക്കുകളും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ചില പക്ഷികളുടെ കൊക്കുകൾ ബീക്സ് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ലെഗ്സ് കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാൻ ചെരുമ്പടി ചേർക്കുക. ഇതാരുടേതാ? ഈ കൊക്ക് ആരുടേതാ? പരന്ന ഫ്ലാറ്റ് ബീക്ക് അല്ലേ? ഫ്ലാറ്റ് ബീക്ക് നമുക്കറിയാം ഡക്കിൻ്റേതാണെന്ന് അറിയാം അല്ലേ? അതിൻ്റെ കാലിൻ്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ, വെബ്ഡ് ഫീറ്റ്. സ്കിൻ ഉപയോഗിച്ച് അതിൻ്റെ ക്ലോസ് ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഇങ്ങോട്ടല്ലേ? ബാക്കിയുള്ളത് മക്കൾ സ്വന്തമായിട്ടൊന്ന് മാച്ച് ചെയ്യും, സ്വയം മാച്ച് ചെയ്യും. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ആണെന്ന് നോക്കൂ. യെസ്, രണ്ടാമത്തത് ഈഗിളല്ലേ? ഈഗിളിൻ്റെ ഏതാ ഈഗിളിൻ്റെ ലെഗ് വരുന്നത്? ഇതാണോ? അല്ല, ഇതാണല്ലേ? യെസ്. പിന്നെ അവസാനത്തത് കൈറ്റാണ് അല്ലെങ്കിൽ ക്രെയിനാണ്. അതിൻ്റെ ലെഗ് ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ലോങ് ലെഗ് അല്ലേ? യെസ്. മൂന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടാവും. ശരി, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 46 ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 ചോദ്യമുണ്ട്. അതിൻ്റെ കൂടെ ആൻസർ ഇന്ന് നമുക്ക് ചെയ്യാം. നോക്കൂ നിങ്ങൾ, അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് മോർ ട്രൂ? താഴെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കൂടുതൽ ശരി?
എ ബേർഡ്സ് ക്ലോസ് ആർ സീൻ ജോയിൻഡ് ബൈ സ്കിൻ ഉപയോഗിച്ച് ഒരു പക്ഷിയുടെ നഖങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ബേർഡിന്റെ പ്രത്യേകത എന്താണ്? വിൽ ബി ഏബിൾ ടു ഫ്ലൈ ഹൈ, ആകാശത്തിലൂടെ ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്നാണോ? ക്യാൻ സ്വിം ഇൻ വാട്ടർ, വെള്ളത്തിലൂടെ നീന്താൻ കഴിയുമെന്നാണോ? ക്യാൻ സ്നാച്ച് അവേ സ്പ്രേ, അതിൻ്റെ ഇരയെ റാഞ്ചിയെടുക്കാൻ കഴിയുമെന്നാണോ? ക്യാനോട്ട് ഫ്ലൈ, പറക്കാൻ കഴിയില്ല എന്നാണോ? ഏതാണ് ശരി? യെസ്, വെബ്ഡ് ഫീറ്റ് എന്തിനാ കൊടുക്കുന്നത്? വെബ്ഡ് ഫീറ്റ് കൊടുക്കുന്നത് ക്യാൻ സ്വിം ഇൻ വാട്ടർ എന്നാണ് അല്ലേ, വെള്ളത്തിലൂടെ നീന്താൻ വേണ്ടിയിട്ടാ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. റെഡി അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, യെസ്, വിച്ച് ഈസ് ദി ഓഡ് വൺ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കിങ് ഫിഷർ, ക്രെയിൻ, കിങ് കോർമറന്റ് ആൻഡ് സ്പാരോ. ഇതിലേതാ കൂട്ടത്തിൽ പെടാത്തത്? ഓഡ് വൺ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പെടാത്തത്, ഒറ്റയായിട്ട് നിൽക്കുന്നത് ഏതാണ്? ഏതാ? പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. കിങ് ഫിഷർ ആണെങ്കിലും ക്രെയിൻ ആണെങ്കിലും വാട്ടർ ക്രോ ആണെങ്കിലും ഇവരൊക്കെ ജലത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ജലാശയങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജീവികളാ. ഇവർക്കൊക്കെ ഭക്ഷണം കിട്ടുന്നത് എവിടുന്നാ? ജലാശയങ്ങളിൽ നിന്ന്, പാടങ്ങളിൽ നിന്ന്, അല്ലേ, വയലുകളിൽ നിന്നൊക്കെയാണ് ഭക്ഷണം കിട്ടുക. അതേസമയം നമ്മുടെ സ്പാരോ ഉണ്ടല്ലോ. ആരാ സ്പാരോ? കുരുവി അല്ലേ. സ്പാരോ എവിടെ നല്ല ഭക്ഷണം കഴിക്കുന്നത്? ജലാശയങ്ങളിൽ നിന്നാണോ? അല്ല. അപ്പോൾ ഓഡ് വൺ ആരാണ്? സ്പാരോ ആണ്. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്നെന്താ നമ്മൾ പഠിച്ചത്? പക്ഷികളുടെ കൊക്കുകളുടെയും ലെഗ്സിൻ്റെയും ബീക്സിൻ്റെയും ഒക്കെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പക്ഷികളെ കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പക്ഷികളെയാണ് നമ്മൾ വളർത്തുന്നത്, ഇത്തരം കൂടുതൽ വിശദമായിട്ടുള്ള കഥകൾ പഠിക്കാം. പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും കുറച്ചല്ലേ പഠിപ്പിക്കുന്നുള്ളൂ, അത് നന്നായിട്ട് പഠിക്കണം, വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. അടുത്ത ക്ലാസ്സിന് മുന്നേയായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് കൂട്ടുകാരെ വരണം. ഓക്കെ, നന്നായിട്ട് പഠിക്കണേ. ഗുഡ് ബൈ.